സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിക്ക് ദാരുണാന്ത്യം. കൊല്ലം തേവലക്കര സ്വദേശി ജാരിയത്താണ് മരിച്ചത്. യുവതിയുടെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3 വർഷം മുൻപ് സാധാരണ പ്രസവം നടന്ന യുവതിക്ക് ഇപ്പോൾ സിസേറിയൻ നടത്തി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സുധീഷ് ഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സുധീഷ്. കൊല്ലം തേവലക്കര സ്വദേശിനി ജാരിയത്ത് എന്ന 22 വയസ്സുകാരിയാണ് ഇപ്പോൾ പ്രസവത്തെ തുടർന്ന് ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് അനസ്തേഷ്യയിലെ പിഴവാണ് മരണ കാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അത് 2500 രൂപ അനസ്തേഷ്യ ഡോക്ടർക്ക് നൽകുന്നതിന് വേണ്ടി ആശുപത്രി അധികൃതർ വാങ്ങിയെന്നും പരാതി പറയുന്നു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലായിരുന്നു യുവതിയെ പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ അനസ്തേഷ്യ ഡോക്ടർ ഇല്ലാത്തതിനാൽ പുറത്തുനിന്നും 2500 രൂപ നൽകി ഡോക്ടറെ കൊണ്ടുവരികയായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ 2500 രൂപ നൽകി കൊണ്ടുവന്ന ഡോക്ടർ അനസ്തേഷ്യ കുത്തിവെച്ചതിലുണ്ടായ പിഴവ് മൂലം ഗുരുതരാവസ്ഥയിലാവുകയും തുടർന്ന് മെഡിക്കൽ ICU ഇല്ലാത്ത ആംബുലൻസിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വണ്ടാനത്ത് എത്തിക്കുമ്പോൾ തന്നെ യുവതിയുടെ നില വളരെ ഗുരുതരമായിരുന്നു എന്നാണ് വണ്ടാനത്ത് നിന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും യുവതിയുടെ മരണം സംഭവിച്ചു. ഇത് ചികിത്സാപ്പിഴവ് മൂലമാണെന്ന പരാതിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മനോജ് കൂടി ചേരുകയാണ്. കൊല്ലം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി ആശുപത്രിക്ക് എതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നതും. മനോജ്, അറിയുന്ന വിവരങ്ങൾ എന്തൊക്കെ? നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പരാതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വിശദീകരണവുമായി ആശുപത്രി അധികൃതർ മുന്നോട്ട് വരുന്നത്. ഈ പ്രസവം സിസേറിയൻ ആയിരുന്നു. അനസ്തേഷ്യയ്ക്കുള്ള ഒരു ഡോക്ടറാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഈ ഉണ്ടായിരുന്ന ഡോക്ടറുടെ അഭാവത്തിൽ, അതായത് ഈ സമയത്ത് ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടറെ എത്തിച്ചത്. പ്രസവശേഷം തിയേറ്ററിൽ നിന്ന് മാറ്റി 1.5 മണിക്കൂറിന് ശേഷം BP കുറയുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും സാധാരണ നിലയിലേക്ക് എത്തിയില്ല. തുടർന്നാണ് വണ്ടാനത്തേക്ക് റെഫർ ചെയ്തത്. 108 ആംബുലൻസിലാണ് ഈ വണ്ടാനത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ കാർഡിയോ മയോപ്പതി ആകാം മരണ കാരണം എന്നും പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഈ കാര്യം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. ശക്തമായിട്ടുള്ള പ്രതിഷേധം ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 14-ാം തീയതിയാണ് ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. ഈ സ്ഥിതി ഗുരുതരമായതിനാലാണ് പിന്നീട് ഇപ്പോൾ വണ്ടാനത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 3 വർഷം മുൻപ് സാധാരണ പ്രസവമായിരുന്നു ഈ യുവതിക്ക് നടന്നതെന്നും ഇപ്പോൾ സിസേറിയൻ നടത്തിയെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അനസ്തേഷ്യയിലെ പിഴവെന്നാണ് ഈ ബന്ധുക്കളുടെ ആരോപണം. ഈ സാധാരണ പ്രസവം ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടാവുന്നു, രണ്ടാമത്തെ സിസേറിയൻ ആണെങ്കിൽ മതിയായ കാരണമുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ കാരണം ബന്ധുക്കളെ ബോധിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടോ? കാരണം എന്തെങ്കിലും ഒരു സങ്കീർണത, കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് സിസേറിയൻ എന്ന രീതിയിൽ ആശുപത്രി അധികൃതർ, ഡോക്ടർമാർ ഒക്കെ ഇവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള വിവരം ബന്ധുക്കൾക്ക് നൽകിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന മറ്റൊരു പരാതി, അനസ്തേഷ്യ ഡോക്ടർ 2500 രൂപ കൈക്കൂലി ചോദിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും കുണ്ടറയിൽ നിന്ന് എത്തിച്ച ഡോക്ടറാണ് അനസ്തേഷ്യ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രസവം, അതായത് 3 വർഷം മുൻപാണ് സാധാരണ പ്രസവം നടന്നത്. അതിനുശേഷം സിസേറിയൻ നടത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം അത് ഈ ബന്ധുക്കളെ ബോധിപ്പിച്ചിരുന്നോ എന്നുള്ളതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആലപ്പുഴ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ഇവരൊക്കെ ഉള്ളത്. ഇത് കഴിഞ്ഞ ശേഷം, അതായത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ, എന്താണ് മരണ കാരണം എന്നതിനെ പറ്റി. എന്തായാലും അതിനുശേഷം ഈ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം, വലിയ ഈ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിലാണ്, നാട്ടുകാരൊക്കെ തന്നെ പ്രതിഷേധത്തിലാണ്. കാരണം ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തേവലക്കര കോട്ടപ്പുറത്ത് സ്വദേശിയാണ് 22 വയസ്സുള്ള ജാരിയത്ത്. എന്തായാലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന പരാതി തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഒന്നുകൂടി ചോദിച്ചുകൊള്ളട്ടെ. ഈ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എന്തുകൊണ്ട് അനസ്തേഷ്യക്ക് ഡോക്ടർ ഉണ്ടായില്ല ആ സമയത്ത്? കാരണം ശസ്ത്രക്രിയകൾ നടക്കുന്ന സാധാരണ ആശുപത്രിയാണെങ്കിൽ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കണ്ടേ? അതിനുള്ള ഉത്തരവും ഈ ബന്ധുക്കൾക്ക് നൽകിയിട്ടുണ്ടോ?
തീർച്ചയായും ഒരു ഡോക്ടറാണ് ഈ ആശുപത്രിയിലുള്ളത്. ഇന്ന് ഈ ഡോക്ടറുടെ ഒരു അഭാവം ഈ ആശുപത്രിയിൽ ഈ ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതായത് ഡോക്ടർ ഒരുപക്ഷെ ലീവിലായിരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കുണ്ടറയിൽ നിന്നും ഈ ഡോക്ടറെ എത്തിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും കുണ്ടറയിൽ നിന്ന് എത്തിച്ച ഈ ഡോക്ടറാണ് അനസ്തേഷ്യ നൽകിയത്. അനസ്തേഷ്യ നൽകിയപ്പോൾ അതിനുവേണ്ടി 2500 രൂപ ആവശ്യപ്പെട്ടു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്നും ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക്, അതായത് വണ്ടാനത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. BP കുറഞ്ഞു എന്നുള്ള കാരണമാണ് പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നും ആശുപത്രി അധികൃതർ വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ബന്ധുക്കൾ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായിട്ടുള്ള പരാതി തന്നെയാണ് ഉന്നയിക്കുന്നത്. അനു, ശരി മനോജ്.